ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശിനുള്ള ഫുഡുമായിട്ട് നയന ഓഫീസിൽ ചെല്ലുന്നു. ഓഫീസിലിരുന്ന് കഴിക്കുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടോ, നീ കഴിച്ചോന്ന്. ഞാൻ കഴിച്ചില്ല, ഞാൻ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറയും. എന്നാൽ നീയൂടെ കഴിക്കുമെന്ന് പറഞ്ഞ് ഒരു ചപ്പാത്തിയുടെ ഇച്ചിരി എടുത്ത് അവക്ക് നീട്ടുന്നുണ്ട്. അപ്പം നയന പറയും, അയ്യോ വേണ്ട വേണ്ട, ഈ സമയത്തൊന്നും ഇത് പാടില്ല, എന്നാ മാല ഇട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതിനൊക്കെ അതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. എന്തായാലും 41 ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മളുടെ മുടങ്ങിപ്പോയ ആ ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പൊടിതട്ടി എടുക്കണമെന്ന് ആദർശ് നയനോട് പറയും. ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നു നമ്മളുടെ കുഞ്ഞെന്നുള്ള ആഗ്രഹം, അത് അവർക്ക് സാധിച്ചു കൊടുക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് നാണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നീ ഇങ്ങനെ ആഹാരം കഴിക്കാതൊന്നും ഇരിക്കരുത്, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിക്കുന്നത് കണ്ട് സംതൃപ്തി അടഞ്ഞുകൊണ്ടിരുന്നാലൊന്നും പോരാ, നിനക്കിപ്പം നല്ല വളർച്ചയുണ്ട്, അതുകൊണ്ട് നീ നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ എന്നൊക്കെ ആദർശ് നയനോട് പറയും. അപ്പം നയന പറയും, ഞാൻ കഴിക്കുന്നുണ്ട് ആദർശേട്ടാന്ന്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആദർശ് നയനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. നയനയും തിരിച്ച് നല്ല സ്നേഹത്തോടെ തന്നെയാണ് നോക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രേവതി അനാമികയും കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ സ്വത്തൊക്കെ വീതം വെച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാടൊന്നും കിട്ടത്തില്ലല്ലോ എന്നൊക്കെ അനാമിക പറയും. മോളെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് നല്ലൊരു വീതം കിട്ടും, അത് കോടികളുടെ സ്വത്ത് കാണും, നമുക്കത് പോരെ എന്ന് ചോദിക്കും. എന്നാലും എല്ലാ ജുവലറിയും ആദർശേട്ടനല്ലേ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അനാമിക. അത് സാരമില്ല, എന്തൊക്കെയായാലും സ്വത്ത് വീതം വയ്ക്കുമ്പോഴത്തേന് അതിൽ നിന്നൊരു ഷെയർ ആദർശിന് എല്ലാവർക്കും കൊടുക്കേണ്ടി വരില്ലേ, അതുതന്നെ നല്ലൊരു എമൗണ്ട് കാണും, നമുക്കത് മതിയെന്നൊക്കെ രേവതി പറയും. അതിനിടെ അനാമികയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ അതെല്ലാം കലക്കി അവൾക്ക് ഞങ്ങൾ കൊടുത്തിരിക്കും, അവളുടെ കുഞ്ഞിനെ നമ്മൾ കൊന്നിരിക്കുമെന്നൊക്കെ രേവതി പറയും. നമ്മളെ അത്രയ്ക്കല്ലേ അവളിട്ട് കഷ്ടപ്പെടുത്തിയത്, അതുകൊണ്ട് അവൾക്കൊരു നല്ല മറുപടി തന്നെ കൊടുക്കണമെന്ന് വേണു പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യയും അഭിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുന്നതാണ്. അപ്പോൾ അവി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടതെന്ന്. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ ഫുഡില്ലേ കഴിച്ചിട്ട് വന്നേ, അത് കാരണം എൻ്റെ വയറങ്ങ് നന്നായിട്ട് നിറഞ്ഞിരിക്കുക എന്ന് പറയും. എന്നാലും ഒരു ഐസ്ക്രീം എങ്കിലും കഴിക്കണമെന്ന് പറയും. വേണ്ട അവി വേണ്ട എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും 2 ജ്യൂസ് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് 2 പേർക്കും ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് അവി പറയും. എന്നാൽ നിൻ്റെ ഇഷ്ടമെന്ന് നവ്യ പറയുന്നുണ്ട്. ജീവിതം ഇതുപോലൊക്കെ തന്നെ അങ്ങ് ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നവ്യ അവിയോട് പറയും. നിൻ്റെ മാറ്റം എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല, എന്നാലും സാരമില്ല, നീ ഇതുപോലൊക്കെ തന്നെ മാറിയാൽ അനിയെ ഏൽപ്പിച്ച പോലെ 2-3 ജുവലറിയൊക്കെ ആദർശേട്ടൻ നിന്നെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, എനിക്കിപ്പോൾ അതിലൊന്നുമല്ല നോട്ടം, നിന്നെയും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ മാത്രം സ്നേഹിച്ച് എനിക്കങ്ങ് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും. അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് അമ്മയ്ക്ക് കൊടുക്കും, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് ഭാര്യയ്ക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങ് നവ്യയെ സോപ്പിടുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന നവ്യ ശരിക്കും അബിയെ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. രേവതിയും അനാമികയും സിറ്റൗട്ടിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. നവ്യയും അബിയും പുറത്ത് പോയിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വൈകിട്ടത്തേക്ക് ഇങ്ങ് എത്തുമോ എന്നുള്ള ടെൻഷനാണ് അവർക്ക്. ഇന്ന് വൈകിട്ട് തന്നെ ഇതെല്ലാം കലക്കി കൊടുക്കേണ്ടതല്ലേ, അത് കാരണം അവരിങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കിയിരിക്കുന്ന സമയത്ത് അബിയും നവ്യയും വന്ന് ഇറങ്ങും. അന്നേരം അബിയും നവ്യയും കൂടെ ഇവർ സിറ്റൗട്ടിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം നവ്യ അബിയോട് പറയും, ദേ 2 സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എന്തോ വഴക്കുണ്ടാക്കാനായിരിക്കും എന്ന് പറയും. നീ വാന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് കയറി ചെല്ലും. അന്നേരത്തേന് അനാമിക ചോദിക്കുന്നുണ്ട്, അഭിയേട്ടൻ ഭാര്യ വീട്ടിലൊക്കെ പോയിട്ട് വരുന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേന് നവിക്ക് ദേഷ്യം വരും. അതെ, ഞങ്ങൾ എൻ്റെ വീട്ടിലും പോയി, സിനിമയ്ക്കും പോയി, റെസ്റ്റോറൻറ്റിലും പോയി, എല്ലാം കഴിഞ്ഞാണ് വരുന്നത്, നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് നഷ്ടമൊന്നുമില്ല, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളെന്ന് പറയും. ഇന്നുകൊണ്ട് ഇവർ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കളഞ്ഞ് നിന്നെ ഇവിടുന്ന് ഓടിക്കുവിടിയെന്ന് അഭി മനസ്സിൽ പറയുന്നുണ്ട്. നീ എന്തായാലും ഇവർ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, ഇങ്ങോട്ട് വന്നേ നവ്യെന്ന് പറഞ്ഞ് അബി നവ്യയെ വിളിച്ച് അകത്തേക്ക് പോകും. രേവതി അപ്പം പറയുന്നുണ്ട്, എന്നാലും ഇവരെങ്ങനെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് സ്നേഹത്തിലായത്, ഇതുവരെ കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ എന്ന് പറയും. എന്താണെന്ന് ആർക്കറിയാം, എന്തായാലും നമ്മളതൊന്നും ഇനി ശ്രദ്ധിക്കേണ്ടമ്മേ, അവക്കട്ട് നമ്മൾക്ക് എന്തായാലും പണി കൊടുക്കണം എന്ന് പറഞ്ഞ് അനാമിയെ നിൽക്കും.
അനി ഫോണിലിങ്ങനെ നന്ദുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി സങ്കടത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് കയറി വരുന്നത്. അനാമിക അന്നേരം ചോദിക്കും, നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മറ്റവളുടെ ഫോട്ടോയാണോ എന്ന് ചോദിക്കും. ആരുടെ നിൻ്റെ കാമുകിയുടെ അല്ലാതെ ആരുടെയാന്ന് ചോദിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ എന്തിനാ എന്നെ വെറുതെ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നത് ചോദിക്കും. എടാ നീ ആ അഭിയേട്ടനെ കണ്ടുപിടിക്കുക. ആ നവിയും കൊണ്ട് അഭിയേട്ടൻ പുറത്തൊക്കെ പോകുന്നു, അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്നെയും കൊണ്ടൊന്ന് പുറത്ത് പോയാൽ എന്താണെന്ന് ചോദിക്കും. എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും, നിന്നെയും കൊണ്ട് പുറത്ത് പോകാനൊക്കെ. നിൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ ജീവിതം മാത്രം ഇത്ര പാഴായിപ്പോയല്ലോ, ഇതുപോലൊരു പാഴിനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്നൊക്കെ അനാമിക പറയും. അന്നേരം അനി പറയും, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ പാഴാന്ന് നിനക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നോ? പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ കൂടിയത്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കൂടിയിട്ട് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നേക്കരുതെന്ന് പറയും. നിനക്കത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പൊക്കോളാൻ അനി പറയും. എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാൻ 120 പവൻ സ്വർണ്ണമായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്നെ ഇങ്ങനെ കെട്ടിച്ച് വിട്ടിട്ട് എൻ്റെ മാതാപിതാക്കൾ സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നതാണ്. അന്നേരം എനിക്ക് അവിടെ തിരിച്ച് ചെല്ലുമ്പോഴത്തേന് നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം കുനിയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ പെൺപിള്ളേരും തന്നെ സ്വന്തം വീട്ടിൽ തിരിച്ച് ചെല്ലാത്തതിന് കാരണം ഇത് തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം കാണണ്ടല്ലോ എന്ന് വിചാരിച്ചെന്ന് പറയും. നിൻ്റെ ഈ ദേഷ്യത്തിന് നിനക്കൊരെണ്ണം വെച്ച് തരേണ്ടതാണ്. പക്ഷേ നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒതുങ്ങി നിൽക്കുന്നത്, പിന്നെ ഞാൻ മാല ഇട്ടിരിക്കുന്നത് കൊണ്ടും. അനി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അഭി വന്ന് ജലജയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ അവളെ മാക്സിമം സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെ അവളെ ജീവിതത്തിൽ സന്തോഷിച്ച് കാണുകയില്ലെന്ന് പറയും. അവൾ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു പറയും. അങ്ങനെ തന്നെ പോട്ടറാ മോനെ, എന്തായാലും ഇന്നത്തേക്ക് അവളുടെ കുഞ്ഞും പോകും, അവളുടെ ജീവിതവും പോകും. ഇനി അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നോളുമല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഇവിടെ നിൽക്കത്തില്ലല്ലോ, അവളുടെ വീട്ടിൽ പോയി നിന്നോളും. പിന്നീട് അവർ തന്നെ പറഞ്ഞോളും അവൾക്ക് ഈ ജീവിതം വേണ്ടെന്ന്. അതിനുള്ള മുൻകൈയൊക്കെ അവർ തന്നെ എടുത്തോളും, നമ്മൾ നോക്കി നിന്നാൽ മതിയെന്ന് ജലജ പറയുന്നുണ്ട്. പിന്നെ അമ്മേ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം എല്ലാവരും എന്നെ സംശയിക്കുമോ എന്നായി എനിക്ക് പേടിയെന്ന് അഭി പറയും. ഇല്ല മോനെ, നിന്നെ ആരും സംശയിക്കത്തില്ല. അങ്ങനെ വല്ലതും വന്നാൽ നമുക്ക് അനാമികയെ അമ്മയും തന്നെ അങ്ങ് കാണിച്ചു കൊടുക്കണം. നമുക്ക് എന്തായാലും ഇതുകൊണ്ട് 2 പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത് നവിയുടെ കുഞ്ഞു പോകും, അത് നമുക്കൊരു ലാഭം തന്നെയാണ്. രണ്ടാമത് അനാമിക എന്ന് പറഞ്ഞവളെ വന്ന വഴി തന്നെ അങ്ങ് പൊക്കോളും. അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് നയനെ അങ്ങ് പ്രതിയാക്കണം. അങ്ങനെ ചേട്ടത്തി അനിയത്തി 2ഉം 2 ആയിക്കോട്ടെ. എങ്കിൽ പിന്നെ അമ്മേ, ഞാനേ അവളെ കുറച്ചുകൂടെ അങ്ങ് സ്നേഹിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അഭി റൂമിലേക്ക് പോകും. നയന അടുക്കളയിൽ പാല് തിളപ്പിച്ചിട്ട് അത് തണുക്കാനായിട്ട് എടുത്ത് ടേബിളിൽ വെച്ചിട്ട് പോകുന്നുണ്ട്. അനാമിക അപ്പോൾ അങ്ങോട്ട് പാത്ത് വന്നിട്ട് കയ്യിലിരിക്കുന്ന കുപ്പിക്കകത്തെ മരുന്ന് മുഴുവൻ അതിനകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് ഓർക്കും, അയ്യോ അച്ഛൻ പറഞ്ഞതിനേക്കാൾ ഡോസ് കൂടിയെന്നാണ് തോന്നുന്നത്. എന്നാലും പോട്ടെ, സാരമില്ല, അവൾ ചത്തൊന്നും പോകത്തില്ലല്ലോ, ഒരേ കിടപ്പം കിടക്കത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കലക്കി വെച്ചേച്ച് അവൾ അങ്ങ് പോയി ടെൻഷൻ അടിച്ച് നടക്കുകയാണ് ഹാളിൽ കൂടെ. അപ്പോൾ രേവതി അങ്ങോട്ട് വന്ന് ചോദിക്കും, മോളെ എന്തായിന്ന്? സക്സസ് എന്ന് പറഞ്ഞ് തള്ളവിരൽ ഉയർത്തി കാണിക്കുന്നുണ്ട് അനാമിക. വേണു അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അവൾ പാല് കുടിച്ചോന്ന്? കുടിക്കാറായില്ല അച്ഛാ, എല്ലാം കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് തണുക്കാൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ, അത് അവൾ എടുത്തുകൊണ്ട് പോയില്ലെന്ന് പറയും. എന്തായാലും അവൾ ഇന്ന് പ്രസവ വേദനയേക്കാൾ വേദന എടുത്ത് പൊളയും, അത് നമുക്ക് കണ്ട് രസിക്കാം. എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ മോളെ എന്ന് പറഞ്ഞ് വേണു ഫോൺ വെക്കും. എന്തായാലും അനിയത്തിയും ചേട്ടത്തിയും ഇന്ന് തെറ്റിപ്പിരിയുന്നത് തന്നെ നമുക്ക് കാണാമെന്ന് രേവതി പറയുന്നുണ്ട്. അവളിപ്പം പാല് കുടിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കും. എന്തായാലും കുടിക്കുമമ്മേ, ഇപ്പം തന്നെ നമുക്കത് കാണാമെന്ന് പറഞ്ഞ് ഓർത്ത് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.